ഈ കുട്ടിയുടെ ചോദ്യം ക്ഷേത്രത്തെ മുഴുവൻ തടഞ്ഞു നിർത്തി. ക്ഷേത്രം നിശബ്ദമായിരുന്നു. പഴയ കൽത്തറയിൽ മൃദുവായി ഉരയുന്ന ചെരുപ്പിൻ്റെ ശബ്ദമൊഴികെ. സന്യാസിമാർ നിശബ്ദമായി ഇരുന്നു. കണ്ണുകൾ പകുതിയടച്ച് പുറം നേരെ പർവ്വതങ്ങൾ പോലെ ധ്യാനിക്കുന്നു. സന്ദർശകർ അവരുടെ പിന്നിൽ നിശബ്ദരായിരുന്നു. ശബ്ദമുണ്ടാകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിച്ചു. ഏറ്റവും പിന്നിലെ നിരയിൽ കാലുകൾ മടക്കി വെച്ച് ചഞ്ചലിച്ചുകൊണ്ട് 10 വയസ്സിൽ താഴെ പ്രായമുള്ള ഒരാൺകുട്ടിയിരുന്നു. അവൻ്റെ കാലുകൾ പായയിൽ തൊട്ടില്ല. അവൻ്റെ വിരലുകൾ അവൻ്റെ മേലങ്കിയിൽ നൂലിൽ തൊട്ടു. അവൻ്റെ കണ്ണുകൾ അലഞ്ഞു. വിരസത കൊണ്ടല്ല, മറിച്ച് മുതിർന്നവർ കൊണ്ടുപോകാൻ മറക്കുന്ന തരത്തിലുള്ള കൗതുകത്തോടെ. നിങ്ങളുടെ സ്കൂൾ ഒരിക്കലും ചോദിക്കാത്ത ചോദ്യങ്ങൾക്ക് ഈ സ്ഥലം ഉത്തരം നൽകുന്നു എന്ന് പറഞ്ഞ മുത്തച്ഛനാണ് അവനെ ഇവിടെ കൊണ്ടുവന്നത്. മുൻവശത്തുള്ള വൃദ്ധനും സൗമ്യനും തലയെ മൊട്ടയടിച്ച് സ്വർണപ്രഭാത വെളിച്ചത്തിൽ തിളങ്ങുന്നവനുമായ സന്യാസി ഒടുവിൽ കണ്ണുകൾ തുറന്ന് പറഞ്ഞു, നമ്മളെല്ലാവരും സമാധാനം തേടുകയാണ്. ചോദിക്കൂ, നിങ്ങളുടെ ഹൃദയം പാതയെ നയിക്കും. അയാൾ മുറി മുഴുവൻ ഓരോരുത്തരായി ആളുകൾ നിന്നു. ചിലർ കർമ്മത്തെപ്പറ്റി ചോദിച്ചു, ചിലർ വേദനയെക്കുറിച്ച്, ചിലർ വിജയം, കോപം, പരാജയം, അകൽച്ച എന്നിവയെക്കുറിച്ച് ചോദിച്ചു. ആഴത്തിലുള്ള ചോദ്യങ്ങൾ. എല്ലാത്തിനും ശ്രദ്ധാപൂർവം ഇടവേളകളും മൃദുവായ ഉപമകളും ഉപയോഗിച്ച് ഉത്തരം നൽകി. അപ്പോൾ കുട്ടി കൈ ഉയർത്തി. തലകൾ തിരിഞ്ഞു. ചിലർ പുഞ്ചിരിച്ചു, ചിലർ അമ്പരന്നു. സന്യാസി സൗമ്യമായി തലയാട്ടി. അതേ കുഞ്ഞെ. കുട്ടി ഉറപ്പില്ലാതെ നിന്നു. പക്ഷേ ഗൗരവത്തോടെ. അവൻ്റെ ശബ്ദം മൃദുവായിരുന്നു, പക്ഷേ വ്യക്തമായിരുന്നു. എല്ലാം നമ്മുടെ ഉള്ളിലാണെങ്കിൽ നമ്മൾ എന്തിനാണ് പുറത്ത് ഇത്രയധികം തിരയുന്നത്? വായു മുറിയിൽ നിന്ന് പുറത്തു പോകുന്നത് എല്ലാവർക്കും കേൾക്കാമായിരുന്നു. സന്യാസിമാരിൽ ഒരാൾ തൻ്റെ പ്രാർത്ഥനാമണികൾ താഴ്ത്തി. പുറത്തെ കാറ്റുപോലും നിലച്ചതായി തോന്നി. വൃദ്ധ സന്യാസി ഉടനെ ഉത്തരം പറഞ്ഞില്ല. അയാൾ ഒരു നിമിഷം ആൺകുട്ടിയെ നോക്കി. പിന്നെ അയാൾ പുഞ്ചിരിച്ചു. വിനോദത്തോടെയല്ല, മറിച്ച് ഭയത്തോടെ. ആരോ പകൽ വെളിച്ചത്തിൽ ചന്ദ്രനെ ചൂണ്ടിക്കാണിച്ചതുപോലെ. അദ്ദേഹം പറഞ്ഞു, കാരണം നിധി ഉള്ളിലാണെങ്കിലും നമുക്ക് പലപ്പോഴും ലോകം കണ്ണാടി നൽകേണ്ടതുണ്ട്. ആ കുട്ടി കണ്ണു ചിമ്മി. അപ്പോൾ ഇതെല്ലാം പ്രതിമകളെയും മെഴുകുതിരികളെയും നിശബ്ദതയെയും നോക്കി അവൻ കൈവീശി. വെറും ഒരു കണ്ണാടിയാണോ? സന്യാസി ചിരിച്ചു. പരിഹാസത്തോടെയല്ല, സ്നേഹപൂർവ്വം. വീണ്ടും വിരിഞ്ഞതിൽ ഒരു പൂവ് അത്ഭുതപ്പെട്ടതുപോലെ. അദ്ദേഹം മറുപടി പറഞ്ഞു, അതെ, ഈ ക്ഷേത്രം പോലും, ഞാൻ പോലും. ഉത്തരങ്ങൾ ശേഖരിക്കാൻ നിങ്ങൾ ഇവിടെയില്ല. അവയെ ഓർമ്മിക്കാൻ നിങ്ങൾ ഇവിടെയുണ്ട്. മുറി വീണ്ടും നിശ്ചലമായിരുന്നു. എന്നാൽ ഇത്തവണ നിശബ്ദത കൊണ്ടല്ല, നിശ്ചലത കൊണ്ടല്ല, ആ അപൂർവതരം, നിങ്ങളുടെ മനസ്സ് പ്രവർത്തിക്കുന്നത് നിർത്തുന്ന തരം. നിങ്ങൾ ഉള്ളിൽ എന്തെങ്കിലും സ്ഥാനം പിടിക്കുമ്പോൾ നിങ്ങൾക്കറിയാമെങ്കിൽ അത് സത്യമാണ്. നിങ്ങൾക്കത് വിശദീകരിക്കാൻ കഴിയില്ലെങ്കിലും. ആ കുട്ടി പിന്നോട്ടിരുന്നു. പക്ഷേ മുറി മാറി. വലിയ ചോദ്യങ്ങളുമായി വന്ന മുതിർന്നവർ ഇപ്പോൾ കൂടുതൽ വ്യക്തതയോടെ ഒരു കുട്ടിയെ നോക്കി. കോമ്പസ് ഉപയോഗിച്ച് മല കയറുകയാണെന്ന് അവർക്ക് മനസ്സിലായി. അവരുടെ നെഞ്ചിൽ ഭൂപടം വരച്ചിട്ടുണ്ടെന്ന് അവർ മനസ്സിലാക്കി. ആ വൈകുന്നേരം സൂര്യൻ സ്വർണമായി മാറുന്നതും ക്ഷേത്രത്തൂണുകളിലൂടെ ഒഴുകുകയും ചെയ്തപ്പോൾ വൃദ്ധ സന്യാസി ഒറ്റയ്ക്കിരുന്നു. മറ്റൊരു സന്യാസി അവൻ്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു, ആ കുട്ടി എന്താണ് ഉദ്ദേശിച്ചതെന്ന് ശരിക്കും മനസ്സിലായെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? മുതിർന്നവർ പുഞ്ചിരിച്ചു. എനിക്കറിയില്ല, പക്ഷേ നമ്മൾ മറന്നുപോയ എന്തോ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് എനിക്കറിയാം. ചോദ്യങ്ങളുടെ കാര്യം അതാണ്. പ്രത്യേകിച്ച് അഹങ്കാരമില്ലാതെ ചോദിക്കുന്ന ലളിതവും അസംസ്കൃതമായതുമായവ. മുഴുവൻ പുസ്തകങ്ങൾക്കും പ്രസംഗങ്ങൾക്കും വർഷങ്ങളുടെ ധ്യാനത്തിനും ചിലപ്പോൾ കഴിയാത്തത് അവയ്ക്ക് ചെയ്യാൻ കഴിയും. അവ മയക്കം തകർക്കുന്നു. അവ ഉള്ളിൽ നിന്ന് വാതിൽ തുറക്കുന്നു. അതിനാൽ നിങ്ങൾ പുറത്താണെങ്കിൽ സമാധാനം, അർത്ഥം, വ്യക്തത എന്നിവ തേടുകയാണെങ്കിൽ ചെറുതായി തോന്നുന്ന ചോദ്യങ്ങളെ അവഗണിക്കരുത്. നിങ്ങളുടെ സ്വന്തം അത്ഭുതത്തെ തള്ളിക്കളയരുത്. കാരണം ചിലപ്പോൾ സത്യം വലുതും നാടകീയവുമായ ഉത്തരങ്ങളിൽ എത്തിച്ചേരില്ല. അത് നിശബ്ദമായി ഒരു ക്ഷേത്രത്തിൽ ഒരു കുട്ടിയിൽ നിന്ന് നിങ്ങളുടെ ആത്മാവ് ഇത്രയും കാലം
മന്ത്രിച്ചത് എന്താണെന്ന് ചോദിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെടുന്നു. ഇഫ് യു ലവ് ടു വാച്ച് ദിസ് വീഡിയോ യു ക്യാൻ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.